ധനുഷും നയൻതാരയും തമ്മിൽ കഴിഞ്ഞ 10 വർഷമായി നല്ല സുഹൃത്തുക്കളാണ്. എതിരാവേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഈ വിഘ്നേഷിന് സംവിധാനം കൊടുത്ത ധനുഷ് ആ സെറ്റിൽ വെച്ചിട്ടാണ് നയൻതാരയും വിഘ്നേഷും തമ്മിൽ പ്രണയം തുടങ്ങിയത്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചെന്നാലോചിക്കണം. അന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വകാര്യതകളുണ്ടായിരുന്നു. ആ സ്വകാര്യതകൾ പങ്കുവെച്ചത് അവരുടെ വാനിലിരുന്നിട്ടുണ്ടായിരുന്നു ആലോചിക്കണം. അത് ശരിക്കും ധനുഷിന് ദേഷ്യം വരുന്നു, അമർഷമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ തനിക്കൊരു നഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു. സിനിമ കഴിഞ്ഞു. സിനിമ കഴിഞ്ഞപ്പോൾ ഇവിടെ അവർക്ക് ഇവരുടെ രണ്ടുപേരുടെയുമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി, അത് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടാണത് ഉണ്ടാക്കിയത്. അവരുടെ സ്വകാര്യതകൾ, അവരുടെ പ്രണയം, അവരുടെ പ്രണയ രീതി, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കുട്ടികൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് വിഘ്നേഷ് ഒരു 3-4 വരി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വരി ഇതിൽ ഈ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ലൊക്കേഷനിൽ ഇപ്പോൾ നിങ്ങൾ പ്രൊഡ്യൂസറാണെങ്കിൽ എല്ലാം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് നയൻതാരയും നിഷേധിച്ചിട്ടില്ല. നയൻതാര എന്താ പറഞ്ഞ് അന്ന് എടുക്കുന്ന ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ, ഞങ്ങൾ തൊട്ടുരുമിയിരിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്, അതൊരു ഞങ്ങളുടെ മൊബൈലെടുത്തിട്ടുള്ള കാര്യങ്ങളാണത്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതും